ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഏത് സ്പെഷ്യലായിട്ടൊരു മന്തി റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലൊരു മന്തിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മന്തിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിൽ കൂടെയാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 കിലോ ബസ്മതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറിലുള്ള ബസ്മതി റൈസാണ്. സെല്ല റൈസ് വൈറ്റ് കളറിലുള്ള കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ബ്രൗൺ കളറിലുള്ള വാങ്ങിച്ചെടുത്തത്. അപ്പോൾ 1 കിലോഗ്രാമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുതിർക്കാൻ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വാഷ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. പിന്നെ അതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രീതിയിലുള്ള ചിക്കനാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടിയുടെ ആ ഒരു കളർ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന മന്തി മസാല ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. മന്തി മസാല എന്ന് ചോദിച്ചാൽ എല്ലാ ഷോപ്പിലും ഇതുപോലെ ഒരു പാക്കറ്റ് അവൈലബിൾ ആണ്. അതൊരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് 2 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ മന്തി മസാല നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു 3 ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് 2 ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള ഈ 2 സ്റ്റേജ് ഞാൻ ഫദ്വാസ് കിച്ചണിൽ കോപ്പി അടിച്ചതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് 2 ചേർക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിയണം. ക്യാപ്സിക്കം അതുപോലെ മല്ലിയില പുതിനയില അത് രണ്ടും വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കുക്കായിട്ട് വരുന്ന സമയത്ത് അത് അലിഞ്ഞു പോകണം. അത്രയും നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അത് രണ്ടും ഞാനും നമ്മുടെ ഫദ്വാസ് കിച്ചണിൽ കോപ്പി അടിച്ചതാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുക, ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളിവിടെ മന്തി മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ സ്റ്റോക്ക് തന്നെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ല, ചിക്കൻ സ്റ്റോക്കിന് പകരം നമ്മൾ ഉപ്പ് തന്നെ ഒന്നുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ മല്ലിയിലയും അതുപോലെ പുതിനയിലയും ക്യാപ്സിക്കൊക്കെ ചേർത്തിട്ട് എന്തായാലും നിങ്ങൾ മന്തി റെഡിയാക്കി നോക്കുകൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും മല്ലിയില അതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആരോ ടേസ്റ്റ് വരില്ല. അതൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി തന്നെ ആയിരിക്കും കിട്ടുക. പിന്നെ ഞാനിത് തിളപ്പിച്ച് ഊറ്റിയാണ് ഇതിൻ്റെ റൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു റൈസിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഞാൻ എത്ര എടുത്തതെന്ന് പറയാൻ വിട്ടു. വലിയ സൈസിലുള്ള ഒരു ക്യാപ്സിക്കാണ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് 2 കഷ്ണം പട്ട, ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പു, ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, ഡ്രൈ ലെമൺ വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുക്കുക 2 എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് കുതിർക്കാനായിട്ട് വാരി വെക്കണം കേട്ടോ 1 മണിക്കൂറിന് ശേഷം. ആ ഒരു റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 80% മുതൽ 90% ഒരു സോഫ്റ്റ് കുക്കാവുന്ന വരെ ഒന്ന് നമുക്കിതിലിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളിത് കുക്കറിലും കൂടി ഇടുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഈ ഒരു മന്തിക്ക് നമുക്ക് കിട്ടുക. കുക്കറിൽ റൈസ് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ഒരു 80 to ഒരു 90% അതിൻ്റെ ഇടയിലായിട്ട് വേണം നമുക്ക് ഈ ഒരു ചോറ് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കുക്കർ ചൂടാക്കിയിട്ട്, ഞാൻ ഇപ്പോൾ ഒരു 7 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് അറബിക് ടേസ്റ്റ് ആവില്ലല്ലോ, പക്ഷേ ഈ രീതിയിൽ മന്തി റെഡിയാക്കി അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 സവാളയാണ്, അത്രയും മതി. ഇങ്ങനെ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മന്തി തന്നെയല്ല ബിരിയാണി അല്ലല്ലോ എന്ന്. പക്ഷേ ഇത് മന്തി ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, മേലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. ചിക്കൻ എല്ലാം കൂടെ ഈ കുക്കറിൽ കംപ്ലീറ്റ് ഫില്ലാവുന്ന രീതിയിൽ നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഞാനിപ്പോൾ ഒരു 90% കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായി നമ്മളിത് ഈ ചിക്കൻ വേവിച്ചെടുക്കൊന്നും വേണ്ട, ഇതിൻ്റെ മുകളിലായിട്ട് ഈ റൈസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിൽ കിടന്നിട്ട് ദമ്മായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ഊറ്റുന്ന സമയത്ത് കൂടുതൽ വെള്ളം പോവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അതിലേക്ക് അങ്ങ് ഊറ്റിയിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒരു വിസിൽ വരിപ്പിച്ചതിന് ശേഷമാണ് ഇതെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഇത് കുക്കായി കിട്ടും. അപ്പം മന്തി റൈസ് നന്നായിട്ട് തന്നെ കുക്കായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനിത് എല്ലാം ഇതിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 7 ലിറ്ററിൻ്റെ കുക്കറിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ കൂടെ അതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എത്ര പച്ചമുളകും ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നാച്ചുറലായിട്ടുള്ള കളറാണ് ചേർക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളറോ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ യൂസ് ചെയ്യുക. പക്ഷേ അതൊന്നും യൂസ് ചെയ്യണില്ല. ഇതിന് സെൻട്രലായിട്ട് ഞാൻ ചാർക്കോളൊന്ന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ചാർക്കോൾ ഇതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, മന്തിയുടെ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചാർക്കോളാണ്. അപ്പോൾ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടക്കരി വെച്ച് കൊടുത്താലും മതിയിട്ട്. ചിരട്ടക്കരി ഇതുപോലെ ചൂടോട് കൂടെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ ഓയിൽ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു സ്മോക്കിംഗ് സ്മെല്ല് വരുന്ന അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കണം. ആ ഒരു സമയത്ത് അത് പുറത്തേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ആവിയൊന്നും പോവാത്ത രീതിയിൽ അപ്പോൾ തന്നെ അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വരുന്ന കറക്റ്റ് ഇത് ഈ ചിക്കനും എല്ലാം കുക്കായിട്ട് വരും. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിസിൽ വരുന്നതിന് ശേഷം നമുക്ക് പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷം ഇതെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഒരു മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള ചാർക്കോളൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്മോക്കിങ് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു യെല്ലോ കളർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ റൈസ് ഇടയിൽ വെള്ള കളറും ഇടയിൽ മഞ്ഞ കളറും ഒക്കെ വരുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ചിക്കന് വേറെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുടഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ആ റൈസ്. അപ്പോൾ റൈസൊക്കെ കംപ്ലീറ്റ് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ചിക്കന് വേറൊരു പാത്രത്തിലേക്കും കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുക്കറിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ റൈസിനൊക്കെ നല്ല സോഫ്റ്റ്, നമ്മൾ കുഴിമന്തിയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മന്തി കിട്ടും. അപ്പോൾ ഞാനിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ചിക്കനും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള മന്തിയായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സമയത്ത് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ ഹെൽത്ത് കേടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർക്കാത്തതാണ്. അതിന് മുകളിലായിട്ട് ചിക്കനും കൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഇത് നിങ്ങൾ കണ്ടല്ലോ, വേറെ അത് ആവിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഈ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കിടിലൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെരുന്നാളിന് എന്നല്ല, എപ്പോഴും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്